പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് ഒരു പങ്കുമില്ല എന്ന് കേരളത്തിലെ ഒരു MP നിർലജ്ജം പറഞ്ഞിരിക്കുകയാണ്. ആൻ്റോ ആൻ്റണി MP പറഞ്ഞിരിക്കുകയാണ്. പുൽവാമയിൽ ഇന്ത്യ തന്നെ, നരേന്ദ്രമോദി സർക്കാർ തന്നെ സ്ഫോടനം നടത്തി ജവാന്മാരെ കൊന്ന് ഇലക്ഷൻ ജയിച്ചതാണെന്ന്. ഇത്ര നീചമായ ഒരു ആരോപണം നമ്മുടെ രാജ്യത്തെ ഒരു MP-ക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറയാൻ തോന്നുക എന്നത് എത്ര ലജ്ജാകരമാണ്. ജീവിതത്തിൽ ആൻ്റോ ആൻ്റണി ഇന്ന് വരെ വിവരമുള്ള എന്തെങ്കിലും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒന്നും പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇയാൾ വാ തുറന്നതായിട്ട് ഞാൻ കേട്ടില്ല. അതെ, അങ്ങനെയും പറയാം. പാർലമെന്റിൽ സംഭവങ്ങൾക്കൊക്കെ മൂകസാക്ഷി എന്ന് പറയില്ലേ, ചരിത്രത്തിന് ഒരു മൂകസാക്ഷി എന്നൊക്കെ ചില ശീർഷകങ്ങൾ വരും ചില ആളുകളെ പറ്റി. പണ്ട് ഈ BV അബ്ദുല്ലക്കോയ എന്ന് പറഞ്ഞൊരു രാജ്യസഭാംഗം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് 2-3 തവണ അങ്ങോട്ട് അയച്ചിരുന്നത്. അത് കഴിഞ്ഞ് നിർഭാഗ്യവശാൽ മനോരമയിൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ രാജ്യസഭാ അംഗത്വം എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റിയൊരു ഫീച്ചർ വന്നപ്പോൾ ചരിത്രത്തിന് മൂകസാക്ഷി എന്നായിരുന്നു ശീർഷകം. പെട്ടെന്ന് ഓർത്തു പോയതാണ്. എന്ന് പറഞ്ഞ പോലെ പാർലമെന്റിലെ സംഭവങ്ങൾക്കൊക്കെ ഒരു മൂകസാക്ഷിയായി ഒരു മണ്ടനാണ് ഈ ആൻ്റോ ആൻ്റണി. യാതൊന്നും അറിഞ്ഞുകൂടാ. ബുദ്ധിപരമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിട്ട് അറിയാമോ? ഈ ആൻ്റണിയുടെ പിന്നാലെ നടന്ന് KSU ഒക്കെ കളിച്ച് ഇങ്ങനെ വന്നൊരാളാണ്. പുള്ളിക്ക് അവിടെ പത്തനംതിട്ടയിലെ മണ്ഡലത്തിൽ കുറേ ജവാന്മാരുണ്ടെങ്കിൽ അവരുടെ വോട്ട് പോകുന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഒരു രാജ്യം ദേശാഭിമാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മോദിയൊക്കെ ഭരിക്കുന്ന ഒരു രാജ്യം ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രമല്ല തെളിവുകൾ മുഴുവൻ ഈ പറഞ്ഞതിനെതിരാണ്. അല്ല, പാകിസ്ഥാൻ പോലും പരോക്ഷമായി അഡ്മിറ്റ് ചെയ്തു. ബാലക്കോട്ട് അറ്റാക്കില്ലേ, അതിന് ഇതിനെ ഫോളോ ചെയ്ത് വരുന്നത്. അത് നമ്മളങ്ങോട്ട് പകരം തീർത്താണല്ലോ. അതെ, ഇയാൾ സത്യപാൽ മാലിക്കിനെയാണ് ഇദ്ദേഹം റഫർ ചെയ്തത്. സത്യപാൽ മാലിക് അസത്യപാൽ മാലിക്കാണെന്ന് നമുക്കറിയാം. മോദി പറഞ്ഞു, അല്ല അമിത്ഷാ പറഞ്ഞു. സത്യപാൽ മാലിക് സംസാരിച്ചത് ആരോടാ? കരൺ താപ്പർ. അതെ അതെ, പറ്റിയ ആൾ. അത് മാത്രമല്ല, അമിത്ഷാ മോദിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു എന്ന് ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. പിന്നീട് ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞ ആളാണ് സത്യപാൽ മാലിക്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിക്കുന്നതല്ല. ഇന്ത്യയിൽ പാർലമെൻറ്റിൽ, രാജ്യസഭയിലും ലോകസഭയിലുമായി ഏതാണ്ട് 800-നടുത്ത് MP-മാരുണ്ട്. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, ഒവൈസിയെ പോലെയുള്ള അതിതീവ്ര മുസ്ലിങ്ങളുണ്ട്. അവർ പോലും ചോദിച്ചിട്ടില്ല പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്കെന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾ ഇന്ത്യൻ പാർലമെന്റിലെ MP ആയിരുന്നോ അതോ പാകിസ്ഥാൻ്റെ MP ആയിരുന്നോ ആൻ്റോ ആൻ്റണി? അല്ല, ഇത് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയല്ലേ? അതെ, സെഡീഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കില്ലേ, ഈ രാജ്യവിരുദ്ധത, അതല്ലേ ഇയാൾ ചെയ്തിരിക്കുന്നത്? അതായത് ആൻ്റോ ആൻ്റണിയുടെ കൂറ് പാകിസ്ഥാനോടാണ്. അതും പ്രീണനത്തിന്റെ ഭാഗമായി പറയുന്ന. അത് മാത്രമല്ല സാർ, ഒപ്പം മറ്റൊന്നുകൂടി ഉണ്ട്. നമ്മുടെ ശത്രു രാജ്യം നമ്മുടെ രാജ്യത്തൊരു തീവ്രവാദ പ്രവർത്തനം നടത്തി, നമ്മൾ ബലാക്കോട്ടിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി തിരിച്ചടിച്ചു. അവരത് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ രാഷ്ട്രാന്തര തലത്തിൽ തന്നെ ഇത് അംഗീകരിക്കപ്പെട്ടൊരു കാര്യം വന്നിട്ട് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യയിലെ ഒരു MP, അതും മലയാളിയായ ഒരു MP സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മുഴുവൻ കേരളീയരും അപമാനഭാരത്താൽ തലകുനിക്കണം. ഇയാൾ പാകിസ്ഥാൻ ചാരനാണോ എന്ന് സംശയിച്ചാൽ പോലും അതിൽ ആരും കുറ്റം പറയാൻ പറ്റില്ല. അല്ല, അതിൽ ആ പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു ഇനി അത് പ്രധാനമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നിൽക്കാൻ പോകുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത്? VD സതീശൻ എന്താണ് പറയുന്നത്? K സുധാകരൻ എന്താണ് പറയുന്നത്? ഈ രാജ്യവിരുദ്ധ പ്രസ്താവനയെ പറ്റി. രാജ്യവിരുദ്ധത കോൺഗ്രസിൻ്റെ മുഖമുദ്രയാകുന്നത് എന്തുകൊണ്ടാണ്? അത് മുസ്ലിം പ്രീണനമാണോ അതിന് കാരണം? ഇത് ടെററിസ്റ്റുകൾക്കൊപ്പം നിൽക്കുന്ന പ്രസ്താവനയാണിത്. കാരണം അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 2019 ഫെബ്രുവരി 14 ഇത് ജമ്മു ശ്രീനഗർ ഹൈവേയിലാണ് സംഭവിക്കുന്നത്. ലത്പൊറ, പുൽവാമ ജില്ലയിലെ ലത്പൊറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മറ്റേ IED സ്ഫോടക വസ്തുക്കളുമൊക്കെ ആയിട്ടൊക്കെ വരുന്ന ഈ ഭീകരന്മാർ മറ്റേ പട്ടാളക്കാരെ ആക്രമിക്കുകയാണ്. പട്ടാളക്കാരുടെ കോൺവോയ്. എന്നിട്ട് 40 പേരാണ് കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെട്ടത് ഈ പട്ടാളക്കാർ മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട പ്രതി ആദിൽ അഹമ്മദ് ധർ കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ ആളല്ല, ഈ ടെററിസ്റ്റും കൊല്ലപ്പെട്ടു. പാകിസ്ഥാനി ആദിൽ അഹമ്മദ് ധർ. എന്നിട്ട് 40 പേര് കൊല്ലപ്പെട്ട ഒരു CRPF ജവാന്മാരാണ് നമ്മുടെ.
പ്രാദേശിക വേരുകളുള്ള ആളാണ് ഈ പ്രതി, ഈ ധർ എന്ന് പറയുന്ന ആൾ. പാകിസ്ഥാനുമായിട്ടൊക്കെ ബന്ധമുള്ള ജയ്ഷെ മുഹമ്മദ് ഇതിൻ്റെ അംഗത്തിൽപ്പെട്ട ആളാണ്. ഉത്തരവാദിത്തം, ഇനിയാണ് രസം, ഉത്തരവാദിത്തം പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ജയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു. അതെ, ഏറ്റെടുത്തതാണിത്. സാധാരണഗതിയിൽ മിണ്ടാതിരുന്നതല്ല. ആൻ്റണിക്ക് വേറെ ഏതെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് ഇന്ത്യയുടെ തലയ്ക്ക് വെക്കേണ്ട കാര്യമില്ല. ജയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്ത് കഴിഞ്ഞാണത് എന്ന് പറഞ്ഞാൽ ഇതിന് പിതൃത്വമുണ്ടെന്ന്. അതെ, ഈ സംഭവത്തിന് ആൻ്റണി പിതാവ് ചമയേണ്ട കാര്യമില്ല. എട്ടുകാലി മമ്മൂ ഞാങ്ങണ്ട, എൻ്റെ ആളുകളാണ് ഈ ഭീകരത നടത്തിയതെന്നൊന്നും പറയേണ്ട കാര്യമില്ല. പാകിസ്ഥാനാണ് അതിൻ്റെ പിന്നാലെ എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിൻ്റെ വക്കിലെത്തുന്നത്. ആ യുദ്ധത്തിൻ്റെ വക്കിലെത്തുന്നതാണ് നമ്മൾ ഏതാനും ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 26 തന്നെ ബാലക്കോട്ടിൽ എയർ സ്ട്രൈക്ക് നടത്തി. അപാരമായ ഒരു പ്രിസിഷൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇസ്രയേൽ ആയുധമൊക്കെ ഉണ്ടായിരുന്നു. ഇസ്രയേൽ ആയുധമൊന്നും ഒട്ടും മോശമല്ലല്ലോ. അത് ശരിക്കും ആ ബാലക്കോട്ടിൽ ഈ ഹാഫിസ് സയ്യിദിൻ്റെയൊക്കെ താവളമൊക്കെ ശരിക്കും തുളച്ച് ആണ് അകത്തേക്ക് കയറിയത്. അത്രയും മാത്രം എന്ന് പറഞ്ഞാൽ ശരിക്ക് ലക്ഷ്യത്തിൽ മാത്രം ബോംബ് ചെയ്യുക, പുറത്ത് വേറെ ഒരു ടാർഗറ്റിനെയും തൊടാതിരിക്കുക. അത് ഉപഗ്രഹ ചിത്രങ്ങളിലും വ്യക്തമായിരുന്നു. വേറൊരു സ്ഥലത്തും തൊട്ടിട്ടില്ല, ഒരു സിവിലിയനെയും കൊന്നിട്ടില്ല. എവിടെയാണോ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം തകർക്കുന്ന താവളം. ബാലക്കോട്ടെ ഈ ഹാഫിസ് സയ്യിദിൻ്റെയൊക്കെ താവളം തകർക്കുന്ന പരിപാടിയായിരുന്നു അന്ന് നടന്നത്. നമ്മൾ ഈ 19 പ്രതികളെ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാണ് സംഭവത്തിൽ. ആ 19 പേരിൽ 2021 ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഈ 6 പേര് ഈ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടു. 2021 ഓഗസ്റ്റ് ആയപ്പോഴേക്കും അവരൊക്കെ പലതരത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവമായി ബന്ധപ്പെട്ടവർ. ആ അറസ്റ്റിലായവരൊക്കെ തടവിലുമാണ്. എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. അല്ല, ആൻ്റണി പറയണം ഈ അറസ്റ്റിലായതിൽ എത്ര BJP-കാരുണ്ടെന്ന്. കാരണം BJP ആസൂത്രണം ചെയ്ത ഒരു സ്ഫോടനമാണെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യണ്ടല്ലോ. അതെ, അല്ല സാർ, അതിനകത്ത് വേറെ കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് നേരത്തെ പറഞ്ഞ പോലെ രാജ്യസഭയിലും ലോകസഭയിലും നോമിനേറ്റ് ചെയ്യപ്പെട്ടവരൊക്കെ ആയിട്ട് 750-നടുത്ത് MP-മാരുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോ മാസവും 3-3.5 ലക്ഷം രൂപ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഇവർ അലക്കി തേച്ച വസ്ത്രം ധരിച്ച് അതിനകത്ത് വളരെ സുഖിമാന്മാരായി കാറും ചോറും ഒക്കെ കഴിച്ച് ഇങ്ങനെ ചുറ്റി സുഖിമാന്മാരായി നടക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ ജീവൻ പണയം വെച്ച് ധീര ജവാന്മാർ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ്. അവരുടെ ത്യാഗത്തെ, സേവനത്തെയൊക്കെ പുച്ഛിച്ച് അപമാനിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ നോക്കുന്ന നെറികെട്ട നാണം കെട്ട നികൃഷ്ട ജീവികളുടെ പട്ടികയിലേക്ക് ആൻ്റണി മാറുമ്പോൾ കേരളത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ ലജ്ജ കൊണ്ട് തല താഴ്ത്തുന്നുണ്ട്. പക്ഷെ മറ്റൊന്നുകൂടിയുണ്ട്. ഒരിക്കലും ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ അതിതീവ്ര മുസ്ലിം തീവ്രവാദം ഉയർത്തുന്ന ഒവൈസി പോലും പാകിസ്ഥാൻ ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ആൻ്റണി എന്ന് പറഞ്ഞ പ്രബുദ്ധ കേരളത്തിലെ ഒരു MP 4 വോട്ടിന് വേണ്ടി ഇന്ത്യൻ പട്ടാളത്തെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് കൊടുത്ത് പാകിസ്ഥാന് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നത്. ഇയാൾ പാകിസ്ഥാൻ ചാരനാണോ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ സംശയിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റുമോ? ഈ നമ്മുടെ അതിർത്തി കാക്കുന്ന ജവാന്മാരെയൊക്കെ പുച്ഛിക്കുന്ന പ്രസ്താവനയും കൂടിയാണിത്. അതെ, ദേശവിരുദ്ധവുമാണ്. ഈ പറഞ്ഞ പോലെ ഈ എത്രമാത്രം ഭീകരരുമായി ആൻ്റണിക്ക് ബന്ധമുണ്ട്, ഏതൊക്കെ പാകിസ്ഥാനി ഇനി ISIയുടെ പേറോളിലുള്ള ആളാണോ ആൻ്റണി? അതെ, അന്വേഷിക്കണം. ഇങ്ങനെ പാകിസ്ഥാൻ അനുകൂലമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ ഉറപ്പായിട്ടും നമുക്ക് സമ്മാനങ്ങൾ വരും, പണം വരും, ഒക്കെ വരും. അപ്പോൾ ഇന്ത്യയിലൊരു MP ഇങ്ങനെ പാകിസ്ഥാന് പുൽവാമയിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ ഇനി പാകിസ്ഥാൻ ഇത് ഏറ്റെടുത്ത് അവർ വലിയ പ്രചാരണം നടത്തും. അവിടുത്തെ ഡോൺ എന്ന് പറഞ്ഞ പത്രത്തിലൊക്കെ വലിയ തലക്കെട്ടാക്കാവുന്ന സംഭവം. ഇന്ത്യയിൽ ഒരാൾ പറയുകയാണ് ഇന്ത്യയാണ് ചെയ്തത്. ഇന്ത്യയിലെ MP പറയുന്നു പറഞ്ഞിട്ടില്ല പാകിസ്ഥാന് പങ്കില്ല, ഇന്ത്യ ചെയ്തതാണ് എന്ന് ഇവിടുത്തെ MP പറഞ്ഞാൽ നാളെ ലോക മാധ്യമങ്ങളിലെ വാർത്തയാവും. അതെ, പണ്ട് പോത്തൻ ജോസഫ് ആയിരുന്നു ഈ ഫൗണ്ടർ എഡിറ്ററോ മറ്റോ ഡോണിന്റെ. അതില്
വലിയ വെണ്ടയ്ക്ക നിരത്താം. അല്ലെ, ഇന്ത്യൻ MP പറഞ്ഞിരിക്കുന്നു ഇന്ത്യയാണ് ചെയ്തത് പുൽവാമ. അതെ, നമ്മളുടെ ബാലക്കോട്ട് എയർ സ്ട്രൈക്കിനെ പോലും റദ്ദാക്കുന്ന പ്രസ്താവനയായി പോയി. നിർഭാഗ്യം. രാജ്യദ്രോഹത്തിന് ഒരുപാട് കേസെടുക്കാറുണ്ട്. ശരിക്കും ആന്റണിക്കെതിരെ രാജ്യദ്രോഹത്തിന് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പാർലമെന്റിലേക്ക് അയക്കണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ 2 വട്ടം ആലോചിച്ച് മാത്രം തീരുമാനിക്കണം. നമ്മൾ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്ത് ആഫീസ് സയ്യിദിൻ്റെയൊക്കെ താവളത്തിലാണ്. ഈ സയ്യിദിനെയൊക്കെ അവിടെ വലിയ ഏക്കർ കണക്കിന് പ്രോപ്പർട്ടിയിൽ വലിയ ബംഗ്ലാവുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 5-6 അംഗരക്ഷകരെയൊക്കെ കൊടുത്ത് വലിയ ലിമ്മൂസിനിലുമൊക്കെ സഞ്ചരിപ്പിച്ച് സൂക്ഷിക്കുന്നത് ISI ആണ്. ISI ആണ് അവിടുത്തെ എല്ലാ ടെററിസ്റ്റുകൾക്കും വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്നതും പണം കൊടുത്തുകൊണ്ടിരുന്നതും. അങ്ങനത്തെ ടെററിസ്റ്റുകളെയാണ് ഇപ്പോൾ അജ്ഞാതൻ അവിടെ വകവരുത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ മണ്ണ് ഈ ഭീകരരെ ഉന്മൂലനം ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയ്ക്ക് ഒരാളുടെ ശബ്ദം കിട്ടുന്നത്. വളരെ നിർഭാഗ്യകരമാണ്, ദുഃഖകരമാണ്. ആന്റോ ആന്റണി ചുരുങ്ങിയ പക്ഷം ഇന്ത്യൻ സൈന്യത്തോടും രാജ്യത്തോടും മാപ്പ് പറയണം. നേരത്തെ പറഞ്ഞ പോലെ സത്യപാൽ മാലിക് ഇത് കരൺ താപ്പറിൻ്റെ ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞത്. മാത്രമല്ല സത്യപാൽ മാലിക് തന്നെ ഈ ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ എക്സ്റ്റെൻറ്റിലേക്ക് ഈ വൃത്തികെട്ട ഇതിലേക്ക് പോയില്ല. ആകെ സത്യപാൽ മാലിക് പറഞ്ഞത് നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു, വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ വിവരങ്ങൾ നമ്മൾ അവഗണിച്ചു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, മോദി എന്നോട് അങ്ങനെ അവഗണിച്ച കാര്യമൊന്നും പുറത്ത് പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇയാൾ ഓരോ ഊളത്തരങ്ങൾ പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രൈം മിനിസ്റ്റർ എന്താ താൻ പോടോ മിണ്ടാതിരിക്കുന്നു എന്ന് പറയും. നാച്ചുറലാണ്. അത് അമിത്ഷാ നിഷേധിക്കുകയും ചെയ്തു, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷെ ആന്റണി പറഞ്ഞ ഈ എന്താ പറയുക പിതൃശൂന്യത, അത് വേറെ ഒരാളും പറഞ്ഞിട്ടില്ല. സത്യപാൽ മാലിക് പോലും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഈ പാർലമെന്റിലെ പെർഫോമൻസ് കൊണ്ട് അല്ലെങ്കിലും ഇന്ത്യയിലെ MP-മാരിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി ആന്റോ ആന്റണി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു MP-യും പാർലമെന്റിൽ ഒരു അക്ഷരം പോലും പറയാതെ, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള ഒരു MP-യും ഇന്ത്യയിലെ MP-മാരിൽ ഒരാൾ പോലും പറയാത്ത കടുത്ത രാജ്യദ്രോഹപരമായ പാകിസ്ഥാനെ വെള്ളപൂശുന്ന ഒരു പ്രസ്താവന നടത്തിയ ആന്റോ ആന്റണിക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നില്ലെങ്കിൽ ഇത്തരം പാകിസ്ഥാൻ അനുകൂലികളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കേണ്ടതുണ്ടോ എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തീരുമാനിക്കേണ്ടതാണ്. പത്തനംതിട്ട അനിൽ ആന്റണി വന്നു നിന്നതോടുകൂടി തന്നെ ദേശീയ ശ്രദ്ധയുള്ളൊരു മണ്ഡലമാണ്. പണ്ട് ലോർക്കയുടെ ഒരു നാടകമുണ്ട്, 2 വട്ടം മണവാട്ടി എന്ന് പറഞ്ഞ പോലെ, 2 മണവാട്ടി. അങ്ങനെ ഇപ്പൊ ഇരുവട്ടം ദേശീയ ശ്രദ്ധയിലേക്ക് വന്നു പത്തനംതിട്ട. പക്ഷേ രണ്ടാമത് ആന്റോ ആന്റണി ഈ ദേശീയ ശ്രദ്ധയിലേക്ക് കേരളത്തെയും പത്തനംതിട്ടയും കൊണ്ടുവരുന്നത് നമുക്ക് അഭിമാനകരമല്ല, അപമാനഭാരം കൊണ്ട് നമ്മുടെ തല കുനിഞ്ഞു പോകുന്ന ഒരു പ്രയോഗമാണ്, ഒരു പ്രസ്താവനയാണ് ഈ MP എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയിരിക്കുന്നത്. ദേശാഭിമാനികളായ ഒരാൾക്കും ഇയാളുടെ ഈ പ്രസ്താവനയെ അംഗീകരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കാനും കഴിയില്ല. പിണറായി വിജയൻ ഈ പ്രസ്താവന തള്ളുന്നുണ്ടോ എന്ന കാര്യം പിണറായി വിജയൻ തുറന്നു പറയണം. കാന്തപുരം ഈ പ്രസ്താവന അംഗീകരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം പറയണം. കുഞ്ഞാപ്പയും മിണ്ടാതിരിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.